അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും പരിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ സന്ദർഭങ്ങളിലൂടെ, അവസാനത്തെ മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അഫുവിൻ്റെ, മാപ്പിൻ്റെ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും പരമാവധി ദിക്ർ, സ്വലാത്തുകൾ, ദുആകൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച കൂടിയാണ്. അതിശ്രേഷ്ഠമായ ഒരു സന്ദർഭത്തിലേക്കാണ് ഞാനും നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ പരമാവധി ദുആകൾ വർദ്ധിപ്പിക്കുക, ദിക്റുകൾ നമുക്കൊന്നിച്ച് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. കണ്ണീരോടുകൂടി വിശ്വാസികൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി തൗബ ചെയ്യേണ്ട മണിക്കൂറുകളാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒന്നിച്ച് കുറച്ച് ദിക്റുകൾ ചൊല്ലി ദുആ ചെയ്യാം. അതുപോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കെല്ലാം നിങ്ങളുടെ ജോലി തിരക്കിൻ്റെ ഇടയിലും ഈ സ്വലാത്തുകൾ, ഈ ദിക്റുകൾ പറയാവുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ ദിക്റുകൾ, സ്വലാത്തുകൾ കബൂലാക്കുമാറാവട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞല്ലോ, ആയിഷ, റമളാൻ 1 മുതൽ 30 വരെ നീ എപ്പോഴും പറയേണ്ട ഒരു വാക്കുണ്ട്, ഒരു ദിക്റുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ നമുക്ക് ഒന്നിച്ച് പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. റഹ്മത്തിന് നമ്മൾ ഇപ്പോഴും ചോദിക്കണം, എപ്പോഴും ചോദിക്കണം, റമളാൻ അല്ലാത്തപ്പോഴും ചോദിക്കണം. ആ റഹ്മത്തിന് നമുക്ക് ഒന്നിച്ച് ചോദിക്കാം. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. 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 അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ.
الراحمين اللهم ارحمني يا أرحم 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 الراحمين പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കുക എന്നുള്ളതാണ്, മഗ്ഫിറത്തിനെ തേടുക എന്നുള്ളതാണ്. ആ മഗ്ഫിറത്തിനെ തേടിക്കൊണ്ടുള്ള ദുആയാണ് റമളാനിന്റെ രണ്ടാമത്തെ പത്തിൽ നമ്മൾ പറയുന്നത്. ഈ ദിക്ർ റമളാനിന്റെ രണ്ടാമത്തെ പത്തിൽ മാത്രമല്ല, റമളാൻ മുഴുവനും നമുക്ക് പറയാം, റമളാൻ അല്ലാത്തപ്പോഴും പറയാം. പാപങ്ങൾ എപ്പോഴാണെങ്കിലും പൊറുപ്പിക്കണമല്ലോ. ഇൻഷാ അല്ലാഹ് ചൊല്ലി അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ اغفر لي ذنوبي يا رب العالمين اللهم 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 اغفر لي ذنوبي يا رب العالمين. ഈ രാവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ദിക്റുകളിൽ ഒന്നാണ് സ്വർഗ്ഗത്തെ ചോദിക്കണം, നരകത്തിൽ നിന്നുള്ള മോചനം. അതെങ്ങനെയാണ് ചോദിക്കേണ്ടത്? നമ്മൾ റമളാനിന്റെ അവസാനത്തെ പത്തിൽ സാധാരണയായി പറയാറുള്ള ദിക്റാണ് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة
الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين അതുപോലെ മറ്റൊരു ദിക്റാണ് അല്ലാഹുവിൽ നിന്നുള്ള മാപ്പിനെ ചോദിക്കണം, അഫുവിനെ ചോദിക്കണം. എങ്ങനെയാണ് മാപ്പിനെ, വിടുതിയെ, വിട്ടുവീഴ്ചയെ ചോദിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി اللهم إنك عفو تحب العفو فاعف عني 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 ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും നരകമോചനത്തെ തേടണം. കാരണം ഒരു മനുഷ്യൻ ഒരു ദിവസം 3 പ്രാവശ്യം നരകമോചനം തേടിയാൽ നരകം തന്നെ പറയും, അല്ലാഹുവേ, അവനെ എന്നിൽ നിന്നും കാക്കണേ, എൻ്റെ ഉള്ളിലേക്ക് അവനെ നീ പ്രവേശിപ്പിക്കരുത് എന്ന് നരകം നമുക്ക് വേണ്ടി ദ്വാരക്കുമെന്നാണ്. അപ്പൊ ഏതാണ് ആ നരകത്തെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന ദുആ? നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പറയാം: അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 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 اللهم أجرني من النار، 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 اللهم أجرني من النار،
اللهم أجرني من النار 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്: കടലിന്റെ നുരയോളം ഒരു മനുഷ്യൻ പാപം ചെയ്താലും അതൊക്കെ പൊറുപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ വലിയ പവറുള്ള വലിയ ശ്രേഷ്ഠമായ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. അതുപോലെ നമ്മൾ നമസ്കാരത്തിന് ശേഷം തസ്ബീഹുകൾ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. വളരെ ശ്രേഷ്ഠമുള്ള ദിക്റുകളാണ്. ഈ ദിക്റുകളെല്ലാം ചേർത്ത് നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി
ഇല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി 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 വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ദാരിദ്ര്യരോഗം ഏവനും ഭയക്കുന്നതാ ലാ ഹൗല ലേഹ്യം മുഴുവനും മദീനുള്ളതാ 99 രോഗങ്ങൾക്കിതു നല്ലതാ ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. മഹാനായ തഴവ ഉസ്താദ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയമാണ് മഹാനവറുകൾ ഒരു ബൈത്തിന്റെ രൂപത്തിൽ പറഞ്ഞത്. അതായത് 99 രോഗങ്ങൾക്ക് ശിഫാ കിട്ടുന്ന ഒരു ദിക്റുണ്ട്. ആ 99 രോഗങ്ങളിൽ പ്രയാസങ്ങളിൽ ഏറ്റവും ചെറിയ പ്രയാസം അത് മനസ്സിന്റെ ടെൻഷനാണ്. ടെൻഷൻ മാറ്റുന്ന അതുപോലത്തെ 99 രോഗങ്ങൾക്കുള്ള ശിഫയാകുന്ന ചെറിയ ഒരു ദിക്ർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 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 അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്. അതായത് 2 വാക്കുകൾ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ്. മീസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന വാക്കാണ്. പറയാൻ എളുപ്പമുള്ള വാക്കാണ്. നമ്മൾ മഗ്രിബ് നമസ്കാരത്തോടനുബന്ധിച്ചൊക്കെ പള്ളികളിലും അതുപോലെ മുഅ്മിനീങ്ങളൊക്കെ ചൊല്ലുന്ന ഒരു ദിക്റാണത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം
وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله. റമളാൻ 1 മുതൽ 30 വരെ മാത്രമല്ല, എല്ലാ സമയത്തും നമ്മൾ പറയേണ്ട ഇസ്തിഗ്ഫാർ എപ്പോഴും കൂടെ ഉണ്ടാവണം. ഇസ്തിഗ്ഫാർ പറയുന്ന അധികരിപ്പിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ പൊറുക്കും, പ്ലസ് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അവന്റെ മനസ്സിലെ പ്രയാസങ്ങൾ മാറ്റും, രോഗങ്ങൾക്ക് ശിഫായാണ്, അതുപോലെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, കടങ്ങൾ മാറാൻ, അതുപോലെ നമ്മുടെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവാൻ ഒക്കെയുള്ള വലിയ ശ്രേഷ്ഠമായ ഒരു തസ്ബീഹാണ്, ഒരു ദിക്റാണ് ഇസ്തിഗ്ഫാർ. പാപങ്ങളൊക്കെ പൊറുപ്പിക്കാൻ ഒരു അടിമ, ഒരു മുഅ്മിൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമയം കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇസ്തിഗ്ഫാർ ഒന്നിച്ചു ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പാപങ്ങൾ പൊറുക്കാൻ, മഹാനവറുകൾക്ക് പറ്റിയ ഒരു പിഴവ്, ആ ചെറിയൊരു പിഴവ് പൊറുക്കാൻ അള്ളാഹുവിനോട് ഒരുപാട് കണ്ടു പറഞ്ഞ ദുആയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, ഇത് അധികരിപ്പിച്ചാൽ നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കുകയും നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ അല്ലാഹു സഫലീകരിച്ച് നൽകുകയും ചെയ്യും. നല്ല നിയ്യത്തിൽ പറഞ്ഞോളി, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ പറയാൻ സ്വഹാബിമാരോട് നിർദ്ദേശിച്ച, നബിതങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന ദുആയാണ്. നമ്മുടെ ദുനിയാവും ആഖിറവും എല്ലാ വിജയങ്ങളും ചോദിക്കുന്ന ഒരു ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് സ്വലാത്തുകളിലേക്ക് കടക്കാം. ഒരുപാട് സ്വലാത്ത് നമുക്കറിയാം. എല്ലാ സ്വലാത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയതാണ്, പ്രത്യേകിച്ച് റമളാൻ മാസത്തിലും അതല്ലാത്ത സമയത്തും ഒക്കെ ചൊല്ലാൻ പറ്റിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മോളാകുന്ന ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുത്ത സ്വലാത്തുൽ ഫാത്തിമിയെ ഇൻഷാ അല്ലാഹ് ആദ്യം നമുക്ക് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി اللهم صل على النور وأهله 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 നമ്മൾ പറയുന്നത് അദദ് സ്വലാത്താണ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറഞ്ഞ പ്രതിഫലം കിട്ടുന്ന അദദ് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ
بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണല്ലോ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. മഹത്തുക്കളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള വലിയ സ്വലാത്തായി പരിചയപ്പെടുത്തിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കഴിഞ്ഞു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേരാണ് റമദാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കമൻറ്റിലൂടെയും നേരിട്ടുമൊക്കെ ഒരുപാട് ദുആ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما لا إله إلا أنت سبحانك إني كنت من الظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين يا الله ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ഈ പറയുന്നതും കേൾക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്, ഒരുപാട് പ്രശ്നത്തിലുള്ളവരാണ്, ഒരുപാട് സങ്കടങ്ങളുള്ളവരാണ്, ഒരുപാട് രോഗങ്ങളുള്ളവരാണ്. അല്ലാഹുവേ ഞങ്ങളെ മുഴുവൻ ആളുകളുടെയും രോഗങ്ങളെ, പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ നീ മാറ്റണേ അല്ലാ. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പല ആളുകളും, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഒരുപാട് പേര് ഖബറിലാണ്. റബ്ബേ അവർക്ക് നീ എല്ലാവർക്കും സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിക്കാനുള്ളവരാണ്, ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ ഒരുപാട് ദുആ വസിയ്യത്ത് നടത്തിയിട്ടുണ്ട്. ഹലാലായ മുറാദുകൾ അവരുടെയും ഞങ്ങളുടെയും നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും നീ മാറ്റണേ അല്ലാ. മക്കളില്ലാത്തവർ, നല്ല വീടില്ലാത്തവർ, അല്ലാഹുവേ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, നല്ല ജോലിയില്ലാത്തവർ, നല്ല വാഹനങ്ങളില്ലാത്തവർ, വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം ശരിയാവാത്തവർ, ഒരുപാട് ദുആ വസിയ്യത്ത് പറഞ്ഞവർ, എല്ലാവരുടെയും വിഷമങ്ങളെ നീ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ഈ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട്, ആമീൻ പറയുന്ന ഈ മുഅ്മിനീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ, ദുരിതങ്ങളെ, സങ്കടങ്ങളെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം പൂർണ്ണമായി കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ സ്വഭാവങ്ങളെ, ഞങ്ങളുടെ ശരീരങ്ങളെ, ഞങ്ങളുടെ മനസ്സുകളെ നീ നന്നാക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ റമളാൻ മാസം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന, അതുവഴി സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രവാസികളായ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്കെല്ലാം നീ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ അവരൊക്കെ ഞങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. റഹ്മാനെ ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ ഇബാദത്തുകളുടെയും ഒരു പ്രതിഫലം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവിയാകുന്ന ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പള്ളികളിലും വീടുകളിലുമൊക്കെ ഒരുപാട് പേര് ഇഫ്താറുകളിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് പേര് നോമ്പ് തുറപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ നോമ്പ്
നോമ്പുറപ്പിക്കുന്ന ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അതിൻ്റെ പുണ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ നോമ്പുകളിൽ വരുന്ന പിഴവുകളെയെല്ലാം നീ പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ലോകത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിം സഹോദരന്മാര് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. റഹ്മാനെ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ വലിയ സമാധാനത്തിൽ കഴിയുമ്പോൾ ഞങ്ങളുടെ സഹോദരന്മാർ ഒരുപാട് പ്രയാസത്തിലുണ്ട്, പ്രശ്നത്തിലുണ്ട്. എല്ലാവർക്കും നീ ഹിഫാലത്ത് നൽകണേ അല്ലാ. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ. ക്യാൻസറിനെ തൊട്ട് ബ്രെയിൻ ട്യൂമറിനെ തൊട്ട് കൊറോണ വരുന്നതിനെ തൊട്ട് റബ്ബേ, എല്ലാ അസുഖങ്ങളെ തൊട്ടും ചെറുതും വലുതുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും നീ കാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെല്ലാവരും ഒരുപാട് പരീക്ഷകൾ എഴുതുന്നവരാണ്. എല്ലാ മക്കൾക്കും നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാ. ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ റബ്ബേ, എല്ലാവർക്കും നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ മുച്ചൂടും നശിപ്പിച്ച് കളയണേ അല്ലാ. പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ഒരുപാട് പേര് ജയിലുകളിൽ കഴിയുന്നവരുണ്ട്, തടവറയിൽ കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും നീ മോചനം നൽകണേ അല്ലാ. എല്ലാവർക്കും നീ ക്ഷമ പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളിൽ ഒന്നാണല്ലോ ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉമ്മമാർക്ക് ഉപ്പമാർക്ക് സംശയങ്ങൾ ഏറെയാണ്. ചില ആളുകൾ ചോദിക്കും, ഉസ്താദെ, ഫിത്ർ സക്കാത്തിൻ്റെ അരി ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഹൈന്ദവ ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് അയൽവാസികൾക്ക് കൊടുക്കാമോ? ചില ആളുകൾ ചോദിക്കും, ഉസ്താദെ, പൈസ കൊടുത്താൽ പോരെ? അരി ഇപ്പോൾ എല്ലാ വീട്ടിലും കിട്ടുമല്ലോ, പൈസ കൊടുത്താൽ പോരെ? അങ്ങനെ മുടന്തൻ ന്യായം പറയുന്ന ആളുകളെ നിങ്ങൾ കേട്ടോളി. ഫിത്ർ സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? ചില ആളുകൾ ഈ ഫിത്ർ സക്കാത്ത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി മകൻ, മകള്, മകൻ, ജ്യേഷ്ഠൻ, അനുജൻ, ജ്യേഷ്ഠൻ, ഈ 4 വീട് ഇങ്ങനെ കറങ്ങി കൊടുക്കും. ചില ആളുകൾ അമ്മായി മാമാമാര്, മാമ എളിയമ്മമാര്, എളിയമ്മ മൂത്താപ്പമാര്, മൂത്താപ്പ കൊച്ചാപ്പമാര് പരസ്പരം അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ അത് അർഹരാണോ എന്ന് നോക്കണം. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ആരാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എന്താണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്, കൊടുക്കേണ്ടതിൻ്റെ അളവെന്താണ്, എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഇൻഷാ അല്ലാഹ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ആർക്ക്, എപ്പോൾ, എവിടെ, എങ്ങനെ കൊടുക്കണം, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അൽഹംദുലില്ലാഹ് പറയാൻ സാധിച്ച ഒരു വീഡിയോയാണ് ഇത്. നിങ്ങൾ കണ്ടു നോക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.